നമസ്കാരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതായത് അബ്ദുൾ റഹീം ഈ ഒരു വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിലെ അസിസ്റ്റന്റ് ബാങ്ക് മാനേജർക്കെതിരെ ഒരു ഗുരുതര വെളിപ്പെടുത്തൽ ഉന്നയിച്ചിരുന്നു. അതായത് ഈ ബാങ്കുകാര് ഷമിയെ വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നു, ഈ തിരിച്ചടയ്ക്കാനുള്ള പൈസ ചോദിച്ചുകൊണ്ടുള്ള ശല്യപ്പെടുത്തലായിരുന്നു. അങ്ങനത്തെ ചില വെളിപ്പെടുത്തലുകൾ അബ്ദുൾ റഹീം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. ഇപ്പൊ ഷമിയും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു അല്ലെ? ഷമി എന്താണ് പറയുന്നത് ഈ ഒരു കാര്യത്തില്? അതെ, ഈ എന്താ പറയാ കൂട്ടക്കൊലപാതകങ്ങൾ നടന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി വിട്ട ഷമിയാണ് ഇപ്പോൾ നിർണായകമായ ചില വിവരങ്ങളൊക്കെ പങ്കുവച്ചത്. അതായത് ബാങ്ക് ജീവനക്കാരിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ നിരന്തരമായ സമ്മർദ്ദമുണ്ടെന്നാണ് ഈ അഫാന്റെ മാതാവ് ഷമി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ബാങ്കിൽ നിന്ന് 8 ലക്ഷം രൂപ വായ്പ ഉണ്ടായിരുന്നെന്നും 4 ലക്ഷം രൂപ റഹീം വിദേശത്ത് നിന്ന് കുടുംബത്തിന് അയച്ചു നൽകിയെന്നും ഷമി പറയുന്നുണ്ട്. പക്ഷെ ഈ 2 ലക്ഷം രൂപ മാത്രമേ ഷമി ബാങ്കിൽ അടച്ചിട്ടുള്ളൂ. പക്ഷെ ഷമി ഇതുവരെയും ബാക്കി പണം എന്ത് ചെയ്തു എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. അപ്പോ ഒരാഴ്ച മുമ്പ്, അതായത് ഈ കൊലപാതകത്തിന് ഒരാഴ്ച മുമ്പായിരുന്നു റഹീം 60,000 രൂപ വീട്ടിലേക്ക് എത്തിച്ചു നൽകിയത്. അപ്പോ അഫാന്റെ സുഹൃത്ത് ഫർസാന, അറിയാലോ, ഫർസാനയിൽ നിന്ന് മാലയൊക്കെ കടം വാങ്ങിച്ചിരുന്നു. അപ്പൊ ഈ ഒരു മാല ചോദിച്ചത് പ്രകോപിപ്പിച്ചിട്ടാണ് കൊലപാതകങ്ങളൊക്കെ നടത്താൻ കാരണമായത്. പക്ഷെ ആ മാല എടുത്തു നൽകാൻ 40,000 രൂപയാണ് ഈ എന്താ പറയാ റഹീം അയച്ചു നൽകിയത്. ബാക്കി 20,000 രൂപ വീട്ടു ചെലവിനായിട്ട് നൽകിയെന്നാണ് ഷമി ഇപ്പൊ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ അതുമാത്രമല്ല, ഈ റഹീമിന് ഈ ഫർസാനയും അഫാനും തമ്മിലുള്ള ബന്ധം അറിയാമായിരുന്നു എന്നും അപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ജോലിയൊക്കെ ലഭിച്ചതിന് ശേഷം വിവാഹം ഉറപ്പിക്കാമെന്നൊക്കെയാണ് റഹീം ഉറപ്പ് നൽകിയെന്നൊക്കെയാണ് ഇപ്പൊ ഷമി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസം മുതൽ വരുന്ന ഒരു കമന്റ് ആണ്, അതായത് ഈ ബാങ്ക് ജീവനക്കാര് വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നു അല്ലെങ്കിൽ അവരൊരു സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. കാരണം അവർക്ക് മേലെ മാനേജറുണ്ട്, അവരെ ഈ അസിസ്റ്റന്റ് മാനേജറെ സമ്മർദ്ദം ചെലുത്താൻ അതിന് മീതെ ആൾക്കാരുണ്ട്. അപ്പൊ ഉറപ്പായിട്ടും അവര് തിരികെ കിട്ടാനുള്ള പണം ചോദിച്ചു എന്നൊരു കാര്യം മാത്രമല്ലേ അവർ ചോദിച്ചുള്ളൂ എന്നൊരു രീതിയിലൊക്കെ ഒരു സംസാരം വരുന്നുണ്ട്. അപ്പോ ഒരിക്കലും ഈ തങ്ങൾ അടയ്ക്കാനുള്ള പൈസയാണ്, ആ കാര്യം ഒരിക്കലും അവര് തിരസ്കരിക്കുന്നില്ല. മറിച്ച് ഒരു സാവകാശം, അതാണ് അബ്ദുൾ റഹീം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സാവകാശം കൊടുക്കാതെയുള്ള ഒരു എന്താ പണം ഇപ്പൊ വേണം എന്നൊരു ആവശ്യപ്പെടാണ് ബാങ്കിന്റെ ഭാഗത്ത്. അങ്ങനെ ഒരു സമ്മർദ്ദമാണ് ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ നമുക്കറിയാം, കേരളം ഒന്നാകെ നടുങ്ങിയ ഒരു കൂട്ടക്കൊലയാണ്. അപ്പൊ ഇതിന് പിന്നിലെ കാരണം സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് തുടക്കം മുതൽ തന്നെ വന്നതാണ്. പക്ഷെ ഈ അബ്ദുൾ റഹീം ഇപ്പൊ പറയുന്നത് ആ ബാങ്കിലെ മാനേജർ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തിയിരുന്നു. അപ്പോ അദ്ദേഹം ഭയങ്കര രൂക്ഷമായിട്ടാണ് തന്നോടും സംസാരിച്ചതെന്നാണ് റഹീം പറയുന്നത്. അപ്പോ ഈ കൂട്ടക്കൊലപാതകമൊക്കെ താൻ പറഞ്ഞിട്ടാണോ അല്ലെങ്കിൽ താൻ നിമിത്തമാണോ അവർ കൊന്നതെന്നൊക്കെയാണ് ഈ ഒരു ദയം ദാക്ഷിണ്യം ഇല്ലാതെ ഒരു മാനേജർ ഇവരോട് പറയുന്നത്. ആ നിൽക്കുന്ന പിതാവ് എല്ലാം നഷ്ടപ്പെട്ട ഒരാളാണ്. സ്വന്തം മകൻ, എന്താ പറയാ, 2 മക്കളും ഒരക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മകൻ ജീവനോടെ ഉണ്ടെങ്കിൽ തനിക്കിനി ആ മകനെ കാണേണ്ട, മകനോട് ഒന്നും സംസാരിക്കേണ്ട എന്നൊക്കെയാണ് ആ പിതാവ് റഹീം പറയുന്നത്. അപ്പോ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ മൊത്തത്തിൽ തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയോട് പോലും ആ മാനേജർ ദയും ദാക്ഷിണ്യം ഇല്ലാതെ പറയുക ആ കൂട്ടക്കൊലപാതകങ്ങൾക്ക് കാരണം അത് താൻ നിമിത്തമാണോ, തനിക്ക് അതൊന്നും അറിയണ്ട എന്നൊക്കെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അപ്പോ ആ പിതാവ് ശരിക്കും അപ്പൊ തന്നെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ് എത്രത്തോളം പ്രഷർ ഈ ബാങ്കിൽ നിന്നും ഈ ഒരു ഷമി ആയിരുന്നാലും അഫാൻ ആയിരുന്നാലും എത്രത്തോളം നേരിട്ടിരുന്നു എന്നുള്ളത്. ഇപ്പൊ പോലും ഒരു ദയയില്ലാത്ത മനുഷ്യനാണ്. അപ്പൊ പിന്നെ ആ സമയത്ത് എത്ര രീതിയിലായിരിക്കും അവർ ഫോഴ്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നത് തന്നെയാണുള്ളത്. ഇപ്പൊ ശരിക്കും അബ്ദുൾ റഹീമിന്റെ ആ ഒരു അവസ്ഥ നമുക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. കാരണം മനുഷ്യന് എല്ലാം നഷ്ടമായി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതായത് അഫ്സാൻ മകൻ നഷ്ടമായി, പിന്നെ പേരുമല വീട്ടിലേക്ക് ചെന്ന് കയറാൻ പറ്റുന്നതിനെ പറ്റി അതവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം 2 കൊലപാതകങ്ങൾ നടന്നൊരു വീട്ടിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മക്കൾ നഷ്ടപ്പെട്ട ഇടമാണ് അവിടെ, തനിക്കിനി വരാൻ കഴിയില്ലെന്നാണ് റഹീം പറയുന്നത്. അപ്പൊ അവിടേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. മകന്റെ അവസ്ഥയാവട്ടെ, മകൻ ജയിലിലാണ്, ഭാര്യയാണെങ്കിൽ ചികിത്സയിലുമാണ്. അപ്പൊ ചികിത്സയ്ക്കൊക്കെ ഇനി ഒരുപാട് പണം ആവശ്യമുള്ള സാഹചര്യം. അദ്ദേഹത്തിന് ഒരു ജോലിയില്ല, വിദേശത്തായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ആ മനുഷ്യനെ കാണുമ്പോൾ ശരിക്കും ഒരു വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അദ്ദേഹം വളരെ വേദനയിലൂടെയാണ് ഈ ഒരു നിമിഷങ്ങളൊക്കെ കടന്നു പോകുന്നത്. അത് സാമ്പത്തികമായിട്ട് ആവശ്യമുണ്ട്, ചികിത്സയ്ക്ക് പണം ആവശ്യമുണ്ട്, ഒരു ജോലി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഇപ്പൊ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും റഹീം പറയുന്നുണ്ട്, ഒരിക്കലും തങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, തന്റെ കുടുംബം ഒരിക്കലും ഷമിയെ അംഗീകരിക്കില്ല. കാരണം നഷ്ടപ്പെട്ടത് മുഴുവൻ തനിക്കാണ്. തന്റെ മകൻ, അതായത് സഹോദരന്റെ ഭാര്യ, ഉമ്മ,
അങ്ങനെ മൊത്തത്തിൽ നഷ്ടപ്പെട്ടത് തനിക്കാണ്. അപ്പൊ ഒരിക്കലും ഷമീന കാരണം വന്നതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അപ്പൊ ഒരിക്കലും ഷമീനെ ഇനി അംഗീകരിക്കാൻ കുടുംബം തയ്യാറല്ല. അപ്പോൾ വീട്ടിലേക്കും പോകാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ നേരെ അഗതി മന്ദിരത്തിലേക്ക് പോയിരിക്കുകയാണ്. ഷമി ആരോഗ്യനില കുറച്ച് വീണ്ടെടുത്ത് വരുന്നുവെങ്കിലും ഷമിക്ക് ഏകദേശം ഒരു 9 തൊട്ട് 10 മാസത്തോളം ആവശ്യം വരും ഈ എന്താ പറയാ ശാരീരിക നില നേരെ കൊണ്ടുവരാൻ വേണ്ടി. ഇയർ ബാലൻസ് ഒക്കെ തെറ്റിയ നിലയിലാണ്. അപ്പോ എന്താ പറയാ 40ഓളം തുന്നലുകളാണ് ആ ശരീരത്തിൽ ഉണ്ടായിരുന്നത്, അതായത് തലയിൽ ഉണ്ടായിരുന്നത്. അപ്പോ ഇനിയും എന്താ പറയാ ഒത്തിരി റിക്കവറി ആകാൻ സമയം എടുക്കും. അതുപോലെ ഈ സാമ്പത്തിക ബാധ്യതയൊക്കെ അവർക്ക് തീർക്കേണ്ടതായിട്ടില്ല. തീർച്ചയായിട്ടും സാമ്പത്തിക ബാധ്യത, ചികിത്സയുടെ ബാധ്യത ഇനി അടുത്ത വരും. അത് മാത്രമല്ല ക്യാൻസർ പേഷ്യന്റ് ആണ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കടങ്ങൾ ഇനിയും കൂടത്തേ ഉള്ളൂ. അപ്പൊ ആ കുടുംബം വല്ലാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും ഒരുപാട് പ്രതിസന്ധി ആ മനുഷ്യൻ കടക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് താങ്ങായിട്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ഇത്രയും കാലം തനിക്ക് കൂടെ നിന്ന 2 പേരെ പേര് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. 2 സുഹൃത്തുക്കളുടെ പേര് അവര് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ MLA ഒരുപാട് സഹായം ചെയ്തു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഒന്നടങ്കം ആ ഒരു പിതാവിന്റെ ഒരു അവസ്ഥ വളരെയധികം വേദന. കാരണം അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം പറഞ്ഞിട്ടല്ല അഫാൻ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്തത്. മാത്രമല്ല മക്കൾ ചെയ്ത തെറ്റിന് മാതാപിതാക്കളെ പഴിക്കേണ്ടതായിട്ട് അതിന്റെ ആവശ്യമില്ല. ശരിക്കും ഒന്നും അറിയാത്ത ആ മനുഷ്യൻ, അല്ലെങ്കിൽ ഇതൊന്നും അറിഞ്ഞൂടാതെ അന്യനാട്ടിൽ കിടന്ന് ആ മണലാരണ്യത്തിൽ കിടന്ന് ഇത്രയും കഷ്ടപ്പെട്ട ആ മനുഷ്യനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടതോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഈ ഒരു ഇപ്പൊ കടന്നു പോകുന്ന ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തെ തീർച്ചയായിട്ടും ചേർത്ത് നിർത്തുക തന്നെ വേണം. അറിയാം മനസ്സുകൾ അദ്ദേഹത്തിന് ഒരു കൈത്താങ് കൊടുക്കണം. അദ്ദേഹത്തിന് ഇനി വിദേശത്തേക്ക് പോകാൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യണം. കാരണം ഇത്രയും സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അഫാൻ ജയിലിലാണെങ്കിൽ പോലും ഏകദേശം 40 ലക്ഷം രൂപയുടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇതൊക്കെ അദ്ദേഹം വീട്ടേണ്ടി വരും. ഭാര്യയുടെ ചികിത്സ ഏറ്റെടുക്കേണ്ടി വരും. മൊത്തത്തിൽ എന്താ പറയാ അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല. അദ്ദേഹത്തിന് ഇപ്പം എന്താ പറയാ ഒരു വീട് പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പൊ മൊത്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ എന്താ പറയാ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും സുമനസുകളുടെ ഒരു കാരുണ്യം അദ്ദേഹത്തിന് അത്യാവശ്യം. നമ്മള് ചേർത്ത് പിടിക്കേണ്ട ഒരു തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയാവുന്നവരും അറിയാത്തവരുമായുള്ളവർ എല്ലാവരും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം കടന്നു നോക്കുന്നത്. ശരിക്കും നമുക്ക് വളരെ ഒരു സഹതാപം. ഇതിനിടയ്ക്ക് പോലും പലരും പ്രതിയുടെ അച്ഛനല്ലേ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പലരും പ്രതികരിക്കും. അതിൽ യാതൊരു ആവശ്യമില്ല. അദ്ദേഹം ഒരിക്കൽ പോലും അറിയാത്ത സംഭവമാണ് അവിടെ. അദ്ദേഹത്തിനാണ് ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ എല്ലാവരും നഷ്ടമായി. അദ്ദേഹം വിങ്ങി പൊട്ടുകയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയാതെ അദ്ദേഹം വിങ്ങി പൊട്ടുകയാണ്. അപ്പൊ ആ ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കേണ്ടത് തീർച്ചയായും ഈ കേരളത്തിലുള്ള സുമനസുകളുടെ ഒരു എന്താ പറയാ ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. കാരണം അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവരണം. ജീവിച്ചിരിക്കുന്നു എങ്കിൽ പോലും മരിച്ചതിന് സമാനമായാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം ഏറെ സ്നേഹിച്ചിരുന്ന 2 മക്കൾ, ആ 2 മക്കൾ നഷ്ടമായ ഒരവസ്ഥ. ഇത്രയും ഒരു ക്രൂര കൃത്യം ചെയ്ത മകനോട് ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹം ഒരിക്കലും ക്ഷമിക്കാൻ തയ്യാറല്ല. അത് അദ്ദേഹം പറയുന്നുണ്ട്. തനിക്ക് അഫാനെ കാണണ്ട എന്ന് തന്നെയാണ് ആ പിതാവ് ഉറച്ചു പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ല മകനോട്. അവൻ കാരണം ഉണ്ടായ നഷ്ടങ്ങൾ, ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു. അപ്പൊ ഒരിക്കലും ആ പിതാവിന് ആ മകനോട് ഇനി പൊരുത്തപ്പെടാൻ സാധിക്കില്ല, താൻ ആ മകനെ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം ഫർസാനയുടെ വീട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ ഫർസാനയുടെ വീട്ടുകാരെ കാണണം എന്നൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് മകന് വേണ്ടി. മകൻ ചെയ്ത ക്രൂരകൃത്യമാണ്. അപ്പോൾ ഫർസാനയുടെ വീട്ടുകാരെ പറ്റി കാരണം എത്രത്തോളം തകർന്നിരിക്കുകയാണ് ആ വീട്ടുകാരെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അവരെ ഒന്ന് പോയി കണ്ട് അവരുടെ അടുത്തുനിന്ന് സംസാരിക്കണം എന്നൊരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല. പോയി കാണുക, സംസാരിക്കുക എന്നല്ലാതെ ഒന്നിനും പകരമാകില്ലല്ലോ. അപ്പോ എങ്കിലും അങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഷമീനയുടെ അവസ്ഥയും പരിതാപകരമാണ്. ഈ അഫാനാണ് ഇത്രയും ക്രൂരകൃത്യം, അതായത് ഓരോ ഘട്ടത്തിലായിട്ട് ഈ കുടുംബത്തിലുള്ള എല്ലാവരും കൊല്ലപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞിട്ട് പോലും അഫാനാണ് ഇത് ചെയ്തതെന്ന് ഒരിക്കലും അംഗീകരിക്കാൻ ഷമീന തയ്യാറായിട്ടില്ല. ഈ നിമിഷം വരെ ഷമീന പറയാണ് ഒരിക്കലും അഫാൻ അങ്ങനെ ചെയ്യില്ല. താൻ കട്ടിൽ നിന്ന് തന്നെയാണ് വീണതെന്ന് ആവർത്തിച്ച് പറയുകയാണ്. അത് അക്ഷരത്തിന്റെ ഒരു കുഴക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അല്ലേ അത്. ഇങ്ങനെ അഫാൻ ആക്രമിച്ചു എന്ന് പറയുന്നു, ഉമ്മ പറയുന്നു ഞാൻ കട്ടിലിൽ നിന്ന് വീഴുന്നു. അപ്പോ അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് വലിയൊരു കുഴക്കുന്ന ഒരു സന്ദർഭം തന്നെയാണ്. ആ മൊഴികളിലെ പൊരുത്തക്കേടുകൾ അതൊക്കെ അന്വേഷണത്തിലെ വെല്ലുവിളികൾ തന്നെയാണ്. പക്ഷെ എന്താ പറയാ ഷമീനയെ സംബന്ധിച്ച് ഒരു ഉമ്മ ഹൃദയം അതിനകത്തുണ്ട്. അപ്പൊ എന്താ പറയാ മുന്നിൽ ഒരുപാട്
എന്താ പറയാ ഒരുപാട് സ്നേഹിച്ചിരുന്നവരൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഏറെ സ്നേഹിച്ച അഫ്സാൻ ഇളയ മകനൊപ്പം താൻ ഇളയ മകനില്ലെങ്കിൽ ജീവൻ എടുക്കുമെന്നൊക്കെയാണ് ഈ ഷെമീന പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ റഹീമിന് അതും ഒരു ഭയമാണ്. ഷെമീന ഇനി അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ ഭയപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും ഈ രണ്ടു പേർക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ഒരു കൈത്താങ് നൽകേണ്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. തീർച്ചയായിട്ടും അഫ്സാൻ മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഷെമീനിക്കും അവനോടൊപ്പം പോണോന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഒരു ആശങ്ക കൂടി ചുറ്റി നിൽക്കുന്നവർക്കുണ്ട്. പിന്നെ ബന്ധുക്കളെല്ലാം കൈവിട്ട ഒരു സാഹചര്യത്തിലാണ് അവരായിരിക്കുന്നത് അല്ലെ? തീർച്ചയായിട്ടും ബന്ധുക്കൾ ഇനി ഒരിക്കലും ഷെമീനെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഷെമീനെ പരിചരിക്കാൻ പോലും ഏകദേശം ഒരു 2-3 പേരുടെ ആവശ്യം വരും. കാരണം അത്രത്തോളം ക്രിട്ടിക്കൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, തീർച്ചയായിട്ടും റഹീം എന്ന് പറയുന്ന ഒരു അദ്ദേഹം ശരിക്കും പറഞ്ഞ ഒരു സങ്കടമായി തന്നെ നമ്മുടെ വിങ്ങലായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ്. ആ പിതാവ് എത്രത്തോളം നേരിടുന്നുണ്ടായിരിക്കും ഓരോ നിമിഷവും ഓരോ മണിക്കൂറും. നഷ്ടമായത് അവർക്ക് മാത്രമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നഷ്ടമായത് എന്നതിനപ്പുറം ഇനി നേരിടാനുള്ള മുന്നിൽ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രതിസന്ധികളില്ലേ, അതൊക്കെ അദ്ദേഹം എങ്ങനെ ഒറ്റയ്ക്ക് അതിജീവിക്കുമെന്നത് റഹീം പറയുന്നുണ്ട്. സന്തോഷം നിറഞ്ഞ ജീവിതങ്ങളായിരുന്നു തങ്ങളെന്ന് റഹീം പറയുന്നുണ്ടായിരുന്നു. കോവിഡിന് ശേഷമായിരുന്നു ഈ തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത്. അപ്പൊ ബിസിനസ്സിൽ നഷ്ടമുണ്ടായിരുന്നു എങ്കിലും ചിലവുള്ള പണമൊക്കെ അദ്ദേഹം വീട്ടിലേക്ക് അയച്ചു കൊടുത്തിരുന്നു. അപ്പൊ അത് മാത്രമല്ല, പക്ഷെ ഒരിക്കലും ഈ ബാധ്യത ഒരിക്കലും അഫാനെ ഏറ്റെടുക്കാൻ റഹീം നിർബന്ധിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ അഫാൻ എന്തുകൊണ്ടാണ് ഈ നേരിട്ട് ഇതിലേക്ക് ഇറങ്ങിയത്, അഫാൻ ഇതിൽ എത്രത്തോളം എന്താ പറയാ കൈയുണ്ട് എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറിലൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. ഈ 40 ലക്ഷം 15 ലക്ഷമായിരുന്നു ഒരു എന്താ പറയാ വീട് വെക്കാനായിട്ട് ലോൺ എടുത്തിരുന്നത്. അതിൽ നിന്നാണ് ഏകദേശം 4 ലക്ഷം രൂപ അയച്ചപ്പോൾ 2 ലക്ഷം മാത്രം ബാങ്കിലേക്ക് അയച്ചു. ബാക്കിയൊക്കെ അവിടെ കിടന്ന് അത് വീണ്ടും പരിശീലനത്തിൽ കൂടി വന്നത്. അപ്പോ അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ അത് മാത്രമല്ല, ബന്ധുവിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ വാങ്ങിച്ചിരുന്നു. ഇതിനിടയ്ക്ക് തന്നെ ഒരു യുവതിയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം അഫാൻ ഉണ്ടായിരുന്നു. അത് വാട്സപ്പിൽ അത്തരം ചാറ്റുകളൊക്കെ പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു. അപ്പം അഫാന് എന്തൊക്കെയോ തരത്തില് ഒരു പ്രതികാര ബുദ്ധി കുടുംബത്തിനോട് ഉണ്ട്. എന്തായിരിക്കും ആ ഒരു പ്രതികാര ബുദ്ധി എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് അഫാനും പറയുന്നില്ല, ഷെമീനെയും പറയാൻ തയ്യാറാകുന്നുമില്ല. അതൊക്കെ ഒരു കുഴയ്ക്കുന്ന സംഭവം തന്നെയാണ്. കൂടാതെ ഇന്ന് കൂടുതൽ എന്താ പറയാ ഇനി അടുത്ത തെളിവെടുപ്പ് ഉണ്ടാകുന്നത് ഫർസാനയുടെയും അഫ്സാന്റെയും കാര്യത്തിലാണ്. അതെ, വെഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങി ഇനി ആ കേസിൽ ഒരു അന്വേഷണം പിന്നെ തെളിവെടുപ്പ് ഒക്കെ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ ഏറ്റവും നമ്മൾ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഇനി ഏറ്റവും നിർണായകം ഷെമി ഒന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ ഷെമിയുടെ മൊഴി എടുക്കുക. ഷെമിയുടെ മൊഴി വളരെയധികം നിർണായകമായി തന്നെ മാറി. ഇപ്പോ താൻ കട്ടിലിൽ നിന്ന് വീണുവെന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നത് റഹീമിനോടാണ്. വീണ്ടും ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണെന്ന് ആവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി എല്ലാ മരണവിവരവും അറിഞ്ഞു കഴിഞ്ഞു. ഇനി അന്വേഷണ സംഘം എത്തുമ്പോൾ എന്താണ് ഷെമി പറയാൻ പോകുന്നത് എന്നതും വളരെ നിർണായകമായി തന്നെ അതെ, ഈ കുടുംബത്തില് ഇത്രയും കടബാധ്യത ഉണ്ടായിട്ട് പോലും, അതായത് ഈ സംഭവങ്ങൾക്ക് ഒരാഴ്ച മുമ്പ് പോലും റഹീമിനോട് അഫാനോ ഷെമിയോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരാഴ്ച മുമ്പ് കോള് വന്നപ്പോൾ പോലും പെരുമലയിൽ വീട് വിൽക്കുന്ന കാര്യം ഉൾപ്പെടെയാണ് ഇവര് സംസാരിച്ചിരുന്നത്. അപ്പൊ അതൊരു കടബാധ്യത ഉണ്ട്, അപ്പൊ നമുക്ക് ആ വീട് വിൽക്കാം എന്നൊക്കെയാണ് ഇവര് സംസാരിച്ചത്. അപ്പൊ പണ്ടത്തെ പോലെ വരുമാനമില്ല, അപ്പൊ അതിനനുസരിച്ച് ജീവിക്കണം എന്നൊക്കെ ഈ ഷെമീനിക്കും ഭാര്യയ്ക്കും ഒരുപോലെ എന്താ പറയാ ഉപദേശം കൊടുക്കുകയായിരുന്നു റഹീം. അതൊന്നും ഇവർ കേട്ടിട്ടുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി. പിന്നെ ഈ വണ്ടി 2.5 ലക്ഷം രൂപയ്ക്കാണ് വിറ്റിരുന്നതെന്നാണ് റഹീമിനോട് പറഞ്ഞത്. പക്ഷെ ഇപ്പോഴാണ് റഹീം തിരിച്ചറിയുന്നത് അത് 4 ലക്ഷം രൂപയ്ക്കായിരുന്നു വിറ്റിരുന്നത്. അപ്പൊ ബാക്കി പൈസയൊക്കെ എന്ത് ചെയ്തു എന്നുള്ളതൊരു ചോദ്യമാണ്. മകൻ വഴിതെറ്റി പോകുമെന്ന് താൻ ഒരിക്കലും കരുതിയിരുന്നില്ലെന്നാണ് ഈ പിതാവ് പറയുന്നത്. അതുമല്ല, നമുക്ക് പഴയതുപോലെയല്ല നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം എന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ പിതാവ് ഗൾഫിൽ വെച്ച് മക്കളോട് പറഞ്ഞിരുന്നു എന്നും അദ്ദേഹം ഇപ്പൊ പറയുന്നുണ്ട്. ശരിക്കും അതൊരു മുന്നറിയിപ്പ് അല്ലേ? അതെ, മകൻ ആകെ ചെയ്തിരുന്നത് പബ്ജി കളിക്കുമെന്ന് മാത്രമേ തനിക്ക് അറിയാമായിരുന്നുള്ളൂ. മകൻ വഴിതെറ്റിപ്പോകില്ല, എന്തുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ ആ പിതാവിനും അതൊരു ചോദ്യമാണ്. ആ പിതാവിനും അത് അറിയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് അവൻ പോയി, എന്തായിരുന്നു അവിടെ നടന്നതെന്നൊക്കെ ആ പിതാവിനും അറിയണം. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രത്തോളം വേദന ഹൃദയത്തിൽ ഏറ്റുകഴിഞ്ഞു. ബന്ധുക്കളുടെ കുത്തുവാക്കുകൾ, എല്ലാവരും നിന്നൊരു ഒറ്റപ്പെടൽ, ഇനി ഭാര്യയുമായി ഈ ഭാര്യ കൂടെ ഉള്ളപ്പോൾ ഒരിക്കലും അവരുടെ ബന്ധുക്കള് ഇനി പഴയതുപോലെ അദ്ദേഹത്തോട് അടിക്കില്ല. തീർച്ചയായിട്ടും ഈ അഫാൻ എന്ന് പറയുന്ന ഒരു 23-കാരൻ ഇത്തരത്തിൽ കൊടും ക്രൂരതകൾ ചെയ്തു കൂട്ടി എന്നതിന്റെ പേരിൽ ഒരിക്കലും അബ്ദുൾ റഹീമിനെയോ അദ്ദേഹത്തെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുകയോ കുത്തുവാക്കുകൊണ്ട് വേദനിപ്പിക്കുകയോ ചെയ്യേണ്ട യാതൊരു സാഹചര്യമില്ല. കഴിവതും അദ്ദേഹത്തെ ചേർത്ത് നിർത്തുക എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്, അല്ലേ? തീർച്ചയായും.